जास्ती पैसा बोला, काम का आने के बाद है ना पैसा ज्यादा बोला, क्या करेगा? इधर तो कौन का पैसा मिलेगा? 1500 കൂലി കൊടുക്കണം. 1500 രൂപ പണിസ്ഥലത്ത് ഇറങ്ങി കഴിയുമ്പോൾ 1750 രൂപ, ഹെൽപ്പർമാര് 1600 രൂപ. ഈ കൂലിക്ക് പെടുന്ന നമുക്ക് തുടങ്ങിയിട്ടുള്ള സ്കൂളുകള്, മറ്റുള്ള സ്ഥാപനങ്ങൾ ഇതിന്റെ പണി എങ്ങനെ തീർക്കും കൊടുത്ത ചെറുകിട കോൺട്രാക്ടര് ഇത്രയും പൈസ കൊടുത്ത് നമ്മളെങ്ങനെ ഇവരെ കൂട്ടിക്കൊണ്ടു പോകും? मेसन में एक दिन में कितना मिलता है? 1200, 1400. इतना ज्यादा काम कर रहा था, कोई आदमी काम पे लेके जाता, पैसा नहीं देता, उस टाइम तो कुछ बात नहीं होता. आज थोड़ा ज्यादा दाम है, सब चीज का दाम ज्यादा है. ऐसा आपको बोला मैंने रेट, आपको लेना है तो ले लो, ना है तो ना ले लो. पुलिस को क्या फायदा? करता तो लेता नहीं. इवने 1500 രൂപ ഇവന് 1500 രൂപ तुमको कॉन्ट्रैक्ट दे देना, इधर बैठने का, तुम साइड में जाओ पहले, बाकी आदमी ने पूछने का क्या जाओ. ഇതിനൊക്കെ ഓരോ മലയാളികളും ശക്തമായി എതിർക്കണം. എന്താ കാരണം അറിയോ? സത്യത്തിൽ ഈ ആസാമിലും ബംഗാളിലൊക്കെ ഇവർക്ക് ഒരു ദിവസത്തെ കൂലി എത്രയാണ്? 500, 600, ഏറിയ 400, 500, 600. ഇതിലെ മേലേക്ക് പോകില്ല. മേശിരിമാർക്കാണ് 600 എന്ന് പറയുന്നത്. സാധാ ഹെൽപ്പർമാർക്ക് 450, 500 കിട്ടണ സ്ഥലങ്ങളാണ്. അവിടെ നിന്ന് ഇവിടെ ജോലിക്ക് വന്നിട്ട് ഇവിടെ 1500, 2000 അടുത്ത് വരെ ഓർക്ക് മേശിരിമാർക്ക് കൂലി വേണമെന്ന് പറഞ്ഞാൽ എന്താ അതിൻ്റെ അർത്ഥം? അപ്പോൾ ഇതിനൊന്നും ആരും സപ്പോർട്ട് ചെയ്യരുത്. ഇതിനൊക്കെ ഒറ്റ വയ്യുള്ളൂ, ഇവരെ കൂലിക്ക് വിളിക്കാതിരിക്കുക. അതാണ് അതിൻ്റെ വയ്യി. ആരും കൂലിക്ക് വിളിക്കരുത്, അല്ലാതെ വേറെ വയ്യില്ല. കാരണം ഇവർക്ക് തോന്നിപ്പോയി കേരളത്തിൽ ഞങ്ങളില്ലാതെ ഒന്നും നടക്കൂല. കാരണം ഓലെ ജോലി മേഖല മൊത്തത്തിൽ മുട്ടുന്നു ഇവർക്ക് തോന്നി അല്ലേ? ഇവരില്ലാതെ വേറെ ഒരു പണി നടക്കണമില്ല. അത് ഇവർക്ക് മനസ്സിലായിപ്പോയി. അതുകൊണ്ട് ഏറ്റവും കൂടുതൽ ഈ പെരുമ്പാവൂർ പോലത്തെ സ്ഥലങ്ങളിലൊക്കെ ഏറ്റവും കൂടുതൽ അന്യ സംസ്ഥാന തൊഴിലാളികൾ തിങ്ങി താമസിക്കുകയാണ്. അവർക്ക് ഞങ്ങളില്ലാതെ ഇവിടെ ഒന്നും നടക്കാൻ പോടില്ല എന്ന ഒരു തോന്നലാണ്. അപ്പോൾ അതിന് ഒരു വിട്ടുവീഴ്ചയും പാടില്ല. ഇവരൊന്നും ആരും സപ്പോർട്ട് ചെയ്യരുത്. അതാണ് ഇതിനുള്ള ഏക മരുന്ന്. മനസ്സിലായില്ലേ? എത്ര മലയാളികളുണ്ട് ഇതേമാതിരി ജോലിയില്ലാതെ നിൽക്കുന്നവരുണ്ട്. പക്ഷെ അവർ മുന്നോട്ട് കടന്നു വരണം, അവർ കടന്നു വരുന്നില്ല, അത് വേറെ വിഷയം. അപ്പോൾ ഒറ്റ വയ്യുള്ളൂ, ഇവരാരും സപ്പോർട്ട് ചെയ്യാതിരിക്കുക, ഇവരെ വിളിക്കാതിരിക്കുക. സത്യത്തിൽ ഇവരെ നാട്ടിലൊക്കെ യഥാർത്ഥത്തിൽ ഇവർക്ക് കിട്ടുന്ന കൂലി എത്രയാണ്? 400, 500, 600, അതിന് മേലേക്ക് കിട്ടില്ല. അപ്പോൾ നിങ്ങളും കൂടി വിലപ്പെട്ട അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തും. ഓക്കെ, ബൈ.